ഓൾ നമുക്കറിയാം നമ്മുടെ പല്ല് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ. നമ്മുടെ ഈ പറയുന്ന ടൂത്ത് എന്ന് പറയുന്ന പല്ല് എന്താണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് എന്ത് സാധനം കിട്ടിയാലും കടിക്കാനും പൊട്ടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് പല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പല്ലുകളും ഒരേപോലെയാണോ കാണാൻ? അല്ല, ഇവിടെയുള്ള പല്ലുകൾ പോലെ ആയിരിക്കില്ല ഇവിടെയുള്ള പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പല്ലുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഒന്ന് ഇൻസിസർ അഥവാ ഉളിപ്പല്ല് എന്ന് പറയും. ഇനി രണ്ടാമതായിട്ട് കനൈൻ അല്ലെങ്കിൽ കോമ്പല്ല് എന്ന് പറയും. മൂന്നാമതായിട്ട് പ്രീ മോളാർ അല്ലെങ്കിൽ അഗ്രചർവണകം എന്ന് പറയും. ഇനി നാലാമതായിട്ട് കാണുന്നതാണ് മോളാർ അല്ലെങ്കിൽ ചർവണകം എന്ന് പറയുന്ന പല്ല്. ഓക്കെ, ഈ 4 പേരും ഈ ഇൻസിസർ അല്ലെങ്കിൽ ഉളിപ്പല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന പല്ലുകളാണ്, ഈ മുൻഭാഗത്തായിട്ട് കാണുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇത് നമ്മുടെ കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. അതായത് ഇൻസിസറിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഇൻസിസറിന്റെ ഈ 2 സൈഡിലായിട്ട് താഴെയും മുകളിലുമായിട്ട് കാണുന്നതാണ് കോമ്പല്ലുകൾ. അത് കഴിഞ്ഞ് വരുന്നവരാണ് പ്രീ മോളാറും മോളാറും. അതായത് ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന, നമുക്കറിയാം കുറച്ച് തടിച്ചിട്ട് കാണുന്ന പല്ലുകളാണ് ഏത്, പ്രീ മോളാറും മോളാറും, അഗ്രചർവണകവും അതേപോലെ തന്നെ ചർവണകവും. ഓക്കെ, ഈ 4 പേരും കാണാൻ വ്യത്യസ്തരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 4 പേരുടെ ഫംഗ്ഷനും എന്താണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ഫംഗ്ഷൻ ആയിരിക്കില്ല ഈ 4 പേർക്കും ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്ന് നോക്കിയാലോ. ആദ്യത്തെയാണ് നമ്മുടെ ഇൻസിസർ അഥവാ ഉളിപ്പല്ല് എന്ന് പറയുന്നത്, ഏറ്റവും മുമ്പിലായിട്ട് കാണുന്നത്. നമുക്കറിയാം എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ മുമ്പിൽ വെച്ചാൽ നമ്മൾ പൊട്ടിക്കാനുള്ള എന്തെങ്കിലും സാധനം ആണെങ്കിൽ നമ്മൾ പൊട്ടിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും. ഓക്കെ, പൊട്ടിക്കാൻ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം കടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു മുൻഭാഗം വെച്ചിട്ടായിരിക്കും കടിക്കുന്നുണ്ടായിരിക്കുക, ബൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏറ്റവും മുമ്പിൽ കാണുന്ന ഈ പല്ലാണ് ഇൻസിസർ അല്ലെങ്കിൽ ഉളിപ്പല്ല് എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം നമുക്ക് കാണാൻ പറ്റും. മുകളിലും താഴെയായിട്ട് 4 വീതം നമുക്ക് 8 ഉളിപ്പല്ലുകൾ അല്ലെങ്കിൽ ഇൻസിസേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് അവരുടെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കട്ട് ചെയ്യാനും, അല്ലെ, മുറിക്കാനും. അതായത് കടിച്ചു മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ബൈറ്റ് ചെയ്തിട്ട് കടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിനെ മുറിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇൻസിസർ അഥവാ ഉളിപ്പല്ല് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏത്, കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകൾ. നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ കീറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് ഏത്, ഈ പറയുന്ന കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. നമുക്ക് 4 കോമ്പല്ലുകളാണ് ഉള്ളത്. ബോത്ത് സൈഡ്സിലായിട്ട് മുകളിലും താഴെയായിട്ട് 4 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, കിട്ടുന്ന ഫുഡ് സ്റ്റഫ് എല്ലാം ടയർ ചെയ്യാൻ, അതായത് ഇങ്ങനെ കീറി മുറിക്കാൻ വേണ്ടിയിട്ട്, ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു പാക്കറ്റോ എന്തെങ്കിലും ഒരു സാധനം നമ്മളത് കീറാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും കീറുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്ന പല്ലുകളാണ് കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. ഈ കോമ്പല്ലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസിസർ ഉളിപ്പല്ല് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ഷാർപ്പായിരിക്കും, അല്ലെ. ഇങ്ങനെ ഈ പറയുന്ന പോലെ കട്ട് ചെയ്യാനും ടയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഷാർപ്പായിട്ടുള്ള കൂർത്ത പല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഈ ഒരു പല്ലുകൾക്ക് കുറച്ചുകൂടി കൂർപ്പ് തോന്നും. ഇവിടെ നമുക്കറിയാം അത്ര കൂർപ്പല്ല, കുറച്ചും കൂടി ഒരു തടിയുള്ള പല്ലുകളാണ് ഈ ഭാഗത്തുള്ളത്. ഓക്കെ, ഇനി പ്രീ മോളാർ അല്ലെങ്കിൽ അഗ്രചർവണകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകളുടെ അടുത്തായിട്ട് കാണുന്ന, ഓക്കെ, കനൈൻ്റെ തൊട്ടടുത്ത് കാണുന്ന 8 പല്ലുകൾ, 2 സൈഡിലായിട്ടും താഴെ മുകളിലായിട്ട് കാണുന്ന 8 പ്രീ മോളാർ അല്ലെങ്കിൽ അഗ്രചർവണങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാധനങ്ങൾ ച്യൂസ് ചെയ്യാൻ, ഇങ്ങനെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഏത്, പ്രീ മോളാർസ് എന്ന് പറയുന്നത്. പ്രീ മോളാറും മോളാറും രണ്ടും സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇതുപോലെ കഴിക്കുന്ന ഫുഡിനെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട്, ച്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാനും ആണ്. അപ്പൊ മോളാർ അല്ലെങ്കിൽ ചർവണകം എന്ന് പറയുന്നത് നമുക്ക് 12 എണ്ണമാണുള്ളത്. പ്രീ മോളാറിന്റെ അടുത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതും ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാനും ക്രഷ് ചെയ്യാനും, അല്ലെ, ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സഹായിക്കുന്നത്. എന്തിനാണ് ഈ പല്ലുകൾ ഇങ്ങനെ ചവച്ചരയ്ക്കുന്നത്? ഇങ്ങനെ ചവച്ചരച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് നടക്കുള്ളൂ. ദഹനം എന്ന് പറയുന്ന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഫുഡിനെ ആദ്യം എന്താണ്, ഒരു കുഴമ്പ് പരുവത്തിലാക്കണം, അല്ലെ, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം അതിനെ താഴേക്ക് ആമാശയത്തിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൗത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. അപ്പൊ കഴിക്കുന്ന ഫുഡിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ പല്ലുകളും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന സിംഹം, പുലി, കടുവ ഇവരൊക്കെ എപ്പോഴും എങ്ങനെയാണ് ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് കഴിക്കുന്നുണ്ടായിരിക്കുക, കടിച്ചു കീറിയിട്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. അവർ കഴിക്കുന്ന എല്ലാ ഫുഡും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ കടിച്ചു കീറാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ ഈ പറയുന്ന കോമ്പല്ലുകൾ അല്ലെങ്കിൽ കനൈൻ ടീത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കടിച്ചു കീറിയിട്ടാണ് അവർ ഇരയെ കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ എല്ലാ പല്ലുകളും എന്തായിരിക്കും, കനൈൻ ടൂത്ത് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഈ കാണുന്ന എല്ലാ ഒരു വിധം
പല്ലുകൾ എന്ന് പറയുന്ന കനൈൻ ടൂത്തുകൾ തന്നെയായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പല്ലുകളെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓരോ പല്ലുകളും എത്ര എണ്ണം വീതമാണ്, ഓരോന്നിൻ്റെയും ഫംഗ്ഷനും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, താങ്ക് യു.